2025 ഇന്ത്യയിൽ 3 പ്രധാന എക്സ്പ്രസ് ഹൈവേകളാണ് പൂർത്തിയാവാൻ പോകുന്നത്. പരിമിതമായ ആക്സസ് പോയിന്റുകളും നിയന്ത്രിത എൻട്രികളും എക്സിറ്റുകളും എതിർദിശകളിലേക്ക് നീങ്ങുന്ന ട്രാഫിക്കിനെ വേർതിരിക്കുന്ന മീഡിയനുമുള്ള ഒരു അതിവേഗ ഹൈവേയാണ് എക്സ്പ്രസ് വേ. നാഷണൽ ഹൈവേകളെ അപേക്ഷിച്ചു എക്സ്പ്രസ് ഹൈവേകളിലേക്കു എൻട്രി, എക്സിറ്റ് പോയിന്റുകൾ വളരെ കുറവായിരിക്കും. അതിവേഗ യാത്രക്കുള്ള റോഡ് സംവിധാനമാണ് എക്സ്പ്രസ് ഹൈവേ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേയായ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ 82% നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. 2025 ഒക്ടോബർ മാസത്തിൽ ഈ പദ്ധതി പൂർത്തീകരിക്കും. 1386 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ അതിവേഗ പാത ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കും. ഡൽഹിയിൽ നിന്നും മുംബൈയിലേക്കുള്ള യാത്ര സമയം ഏകദേശം പകുതിയായി കുറയും. ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് വേ 17,900 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ചെടുത്ത ഈ എക്സ്പ്രസ് വേ 2025 ഓഗസ്റ്റിൽ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാംഗ്ലൂർ ചെന്നൈ നഗരങ്ങളിലേക്കുള്ള യാത്രാസമയം 6 മണിക്കൂറിൽ നിന്ന് വെറും 3 കുറയ്ക്കും. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന 260 കിലോമീറ്റർ എക്സ്പ്രസ് വേ കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകും. ഡൽഹി ഡെഹ്റാഡൂൺ എക്സ്പ്രസ് വേ അടുത്ത 3 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി ഡൽഹിക്കും ഡെറാഡൂണിനുമിടയിലുള്ള യാത്രാസമയം 6 മണിക്കൂറിൽ നിന്ന് 2 മണിക്കൂറായി കുറയ്ക്കും. കേരളത്തിൽ നമുക്ക് നാഷണൽ ഹൈവേകളാണുള്ളത്. നിലവിൽ നമുക്ക് എക്സ്പ്രസ് ഹൈവേകളില്ല.